ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ നിന്റെ അമ്മയെ കണ്ടെത്തി ആ അംബിക അറിഞ്ഞാല് അവൾ ആഹാരത്തില് വിഷം കലർത്തി നിന്നെ കൊന്നു കളയും മോളെ. അത് പേടിച്ച ഞാൻ സത്യം തുറന്നു പറയാതിരുന്നതും ഒളിവ് ജീവിതം നയിച്ചതും. കുറച്ചുകൂടി സേഫ് ആയ ഒരു സ്ഥലം അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെവിടെയാ മോനെ? അത് കുറച്ച് ദൂരെയാ, തങ്കമല എന്ന് പറയും. ഞാൻ അവരെ യാത്രയാക്കിട്ട് വരാം. എന്താ മോളെ? കുട്ടിക്കാലത്ത് എന്റെ അമ്മ ആരാ, അമ്മയൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി മോഹിച്ചു. പിന്നെ പിന്നെ അമ്മയെ കാണാതെ വന്നപ്പോ ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോ അമ്മ എന്നെയും അച്ഛനെ ഉപേക്ഷിച്ചു പോയെന്ന് അംബിക അമ്മായി പറഞ്ഞറിഞ്ഞു. ആ കാലം മുതൽ എനിക്ക് അമ്മയോട് ദേഷ്യമായി. അമ്മയെ വെറുത്തുകൊണ്ട് ഞാൻ അച്ഛനെ ഒത്തിരി സ്നേഹിച്ചു. അച്ഛനെന്നെ തിരിച്ച് സ്നേഹിക്കുന്നതായിട്ട് എനിക്കൊരിക്കലും തോന്നിയില്ല. അച്ഛന്റെ സ്നേഹം മനസ്സിലുണ്ടായിരിക്കണം. സ്നേഹം അങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാൻ അച്ഛൻ അറിയില്ലല്ലോ. സത്യം പറഞ്ഞ എനിക്ക് സ്നേഹം തന്നെ എന്നെ വളർത്തിയത് ചെറിയമ്മയും ചെറിയച്ഛനും കൂടിയ. അവരൊരിക്കലും എന്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ടില്ല. മോളെ, അമ്മയച്ഛനും തമ്മിൽ പിരിയാനുണ്ടായ കാര്യം ഏതോ തെറ്റിദ്ധാരണ കാരണമാണെന്ന് അവര് പറഞ്ഞത്. അതോടെ പിന്നെ എനിക്ക് എന്റെ അമ്മയോട് സ്നേഹം കൂടി. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കാണാൻ കഴിയില്ലല്ലോ. എന്നെ ഉപേക്ഷിച്ചു പോവാൻ ഈ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നു ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. മോളെ, സാരമില്ല. മീരാൻറ്റി എന്ന പേരില് അമ്മ എപ്പോഴും എന്റെ ചുറ്റും ഉണ്ടായിരുന്നല്ലോ. ഈ മീരാൻറ്റി എന്റെ അമ്മയാണെന്നുള്ള സത്യം സൂര്യമംഗലത്ത് വെച്ചല്ലേ ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞ്. ഞാൻ എന്റെ മോളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്നും എന്റെ കുട്ടിയുടെ വളർച്ചകള് ഞാൻ അകന്നു നിന്ന് കാണുന്നുണ്ടായിരുന്നു. നീ പഠിക്കാൻ വരുന്ന സ്കൂളുകളിലും പിന്നെ കോളേജിലും ഞാൻ എന്റെ മോളെ കാണാൻ എപ്പോഴും ഉണ്ടായിരുന്നു. രാജു എന്ന സ്നേഹമുള്ള ബോഡി ഗാർഡ് നിനക്ക് കാവലാളായി മാറിയ കാലം മുതല് നിന്റെ കാര്യത്തില് എനിക്ക് ഉത്കണ്ഠയോ പേടിയോ ഇല്ലാതായി. എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നിനക്ക് വേണ്ടി അയച്ച കാവൽ ദൂതന രാജു എന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നു. അമ്മ എന്റെ മുൻപില് എന്തിനാ ആൾമാറാട്ടം നടത്തിയേ? എന്തിനാ എന്റെ മുൻപില് ഈ മീനാൻഡിയുടെ വേഷം കെട്ടിയത്?
നീ നിന്റെ അമ്മയെ കണ്ടെത്തി ആ അംബിക അറിഞ്ഞാല് അവൾ ആഹാരത്തില് വിഷം കലർത്തി നിന്നെ കൊന്നു കളയും മോളെ. അത് പേടിച്ച ഞാൻ സത്യം തുറന്നു പറയാതിരുന്നതും ഒളിവ് ജീവിതം നയിച്ചതും. വർഷങ്ങളോളം ഞാൻ ആ അംബികയുടെയും മകന്റെയും തടവിലായിരുന്നു. ദൈവമേ, എന്റെ ഋതുകയ്ക്ക് അവളുടെ അമ്മ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. ഇത്രയും നാളും ഞാൻ എന്റെ അച്ഛനെ മാത്രം സ്നേഹിച്ചു. ഇനി ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഒരുപോലെ സ്നേഹിക്കും. കിട്ടാത്തതും തരാത്തതുമായ സ്നേഹം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കും. മോളെ, മോനിവിടെ വാ. ഈ അമ്മയുടെ വാക്ക് മോൻ പാലിച്ചു. എന്റെ മകളെ നീ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഒരുപാട് നന്ദിയുണ്ട് മോനെ. അയ്യോ അമ്മേ, അമ്മ, ടെസ്റ്റ് റിസൾട്ടിൽ ഇറ്റ്സ് കൺഫേംഡ്. അതായത് അസ്ഥിമജ്ജയിലെ ബ്ലഡ് സെൽസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഒരു പാർട്ടിയിൽ തന്നെ നിന്ന് ബദ്ധ ശത്രുക്കളായി പണ്ടത്തെ പോലെ ഒരു പട വെട്ടണ്ടേ വർമ്മ സാറേ? ആ കണക്കുകളൊക്കെ തീർക്കണ്ടേ വർമ്മ സാറേ? വർമ്മ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, പേടിച്ച് പിന്മാറരുത്. ഏട്ടാ, ഏട്ടാ കാണാൻ സി എം വന്നിട്ടുണ്ട്. സി എമ്മോ? അകലേ